ഏട്ടൻ എന്ന വാക്കിന് എനിക്കിപ്പോ അച്ഛൻ എന്ന അർത്ഥം കൂടിയുണ്ട്. എന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് എന്നെ അനുഗ്രഹിക്കണം. ഈ അനിയത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മോളെ, നിയമത്തിന്റെ നൂലിഴ കീറി കോടതി മുറികളിൽ സത്യം കണ്ടെത്താൻ ശ്രമിക്കുന്നവരാ ഞാനും ആരതിയൊക്കെ. അവിടെ തെളിവുകൾ നിരത്തി നമ്മൾ ന്യായത്തിനു വേണ്ടി വാദിക്കും, നീതിക്ക് വേണ്ടി പോരാടും, ഘോരം പ്രസംഗിക്കും. പക്ഷേ സ്വന്തം ജീവിതത്തിൽ അതുപോലെ പ്രശ്നം വരുമ്പോ എന്താടോ നമ്മളിങ്ങനെ സ്വാർത്ഥരായി പോകുന്നത്? അത് നമ്മളൊക്കെ മനുഷ്യരായി പോകണ്ട സാർ. എനിക്കൊരു കാര്യം മാത്രമേ സാറിനോട് പറയാനുള്ളൂ. റിയാലിറ്റിയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. സാർ പറഞ്ഞതുപോലെ തെളിവുകളും സാക്ഷികളും ഒക്കെ നിരത്തി വെച്ച് കോടതിയിൽ വാദിച്ചിട്ടും ചില വിധികൾ നമുക്ക് എതിരാവുന്നില്ലേ? ആ വിധി അംഗീകരിക്കുന്നത് പോലെ ജീവിതത്തിന്റെ ഈ വിധിയെയും നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അംഗീകരിച്ചേ പറ്റൂ, അതെനിക്കറിയാം. പക്ഷേ അതെങ്ങനെയാടോ? ആ ചോദ്യത്തിനാ ഉത്തരവില്ലാത്തത്. അതിനുള്ള ഉത്തരം കിട്ടും വരെ ഇതിപ്പോ ഇങ്ങനെ അങ്ങ് പോട്ടെ. എന്തായാലും സച്ചിയുടെ കേസ് കഴിഞ്ഞ് ആലോചിച്ചൊരു തീരുമാനം എടുക്കാമെന്ന് അയാളോടൊന്നും പറ. ഇത്ര നല്ല ഹൃദയത്തിനുടമയാ ഗൂഗിൾ സാറ്. ശരിക്കും സച്ചി പോലെ തന്നെ. എന്തായി? നിങ്ങൾ വിശദമായിട്ട് അന്വേഷിച്ചോ? അതെ, ബീച്ച് റോഡിലെ ആ ബാറിന്റെ ഓപ്പോസിറ്റുള്ള ഹോസ്പിറ്റൽ റോഡിലാണ് വണ്ടി ഉണ്ടായിരുന്നത്. അവസാനമായി അയാളെ അവിടെയാണ് കണ്ടത്. ആ ഏരിയ മുഴുവൻ അരിച്ചു പറക്കണം. ഒഴിഞ്ഞുകിടക്കുന്ന ഗോഡൌണുകൾ, പണിതീരാത്ത കെട്ടിടങ്ങൾ, അങ്ങനെ സാധ്യമായ എല്ലാ സ്ഥലത്തും അന്വേഷിക്കണം. 2 മണിക്കൂറിനുള്ളിൽ എനിക്ക് വിവരം കിട്ടണം. ഓക്കെ. എന്താ മൂർത്തി, ഞാൻ കേട്ടതൊക്കെ ശരിയാണോ? ശരിയാണ് മാഡം. ബീച്ച് റോഡിലെ ബാറിന് ഓപ്പോസിറ്റുള്ള ആ റോഡിൽ കാറിൽ സന്ദീപിനെ കണ്ടവരുണ്ട്. പക്ഷേ അവിടെ നിന്ന് എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയില്ല. ആ റോഡിൽ നിന്ന് പിന്നെ അവൻ ആവിയായി പോയോ? എനിക്ക് ഉറപ്പുണ്ട് അവൻ ആരുടെയോ കസ്റ്റഡിയിലാ. ആദ്യം എനിക്കുണ്ടായിരുന്ന സംശയം ഇതിനു പിന്നിൽ ആ സച്ചിയാണെന്നാ. എന്റെ ആളുകൾ സച്ചിയുടെ പിന്നാലെ അത് അന്വേഷിച്ചു പോയി. പക്ഷേ അയാളുടെ പെരുമാറ്റത്തിൽ ഒരു സംശയവും തോന്നിയില്ല. സച്ചി അല്ലെങ്കിൽ പിന്നെ ആര്? നമുക്ക് പിന്നിൽ ഇരുളിൽ മറഞ്ഞിരിക്കുന്ന മറ്റൊരു ശത്രു. മൂർത്തി, ഒരു കാര്യം ഞാൻ പറയാം. സന്ദീപ് കോടതിയിലെത്തി മൊഴി നൽകിയില്ലെങ്കിൽ ഈ കേസിൽ നമ്മൾ തോക്കും. കേസ് തോറ്റെല്ലാം തിരിച്ചെടുക്കേണ്ടി വന്നാലുള്ള അവസ്ഥ അറിയാലോ. അവന്തിക പിന്നെ വട്ടപൂജ്യം. അതുകൊണ്ട് എവിടെ നിന്നെങ്കിലും അവനെ പൊക്കിയെടുത്തോണ്ട് വരാൻ നിന്റെ ആളുകളോട് പറയണം. എല്ലാം കൂടി ആലോചിക്കുമ്പോ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ഒരിക്കൽ സംഭവിച്ച പരാജയം ഇനി ആവർത്തിച്ചാൽ പിന്നെ ഞാൻ ആത്മഹത്യ ചെയ്താൽ മതി. പോയവനെ കൊണ്ടുവാ. ഏട്ടാ, ഞാനൊരു ജോലിക്ക് പോയ കാര്യം ഇതുവരെ ഏട്ടനോട് പറയാൻ പറ്റിയില്ല. അമ്മ പറഞ്ഞു. ഇത് വേണമായിരുന്നു മോളെ. രാപ്പകൽ വണ്ടി ഓടിച്ചിട്ടാണെങ്കിലും ഈ കുടുംബം പോറ്റാനുള്ള വരുമാനം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. സച്ചേട്ടൻ ഇപ്പൊ തന്നെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ എത്ര നാളാ സച്ചേട്ടൻ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുക? അത് മാത്രമല്ല, ഇനി അങ്ങോട്ട് ചിലപ്പോ ഒരു സിംഗിൾ മദറായിട്ട് എനിക്ക് ജീവിക്കേണ്ടി വന്നേക്കാം. ഒറ്റയ്ക്ക് നിൽക്കാൻ ശേഷിയുള്ള ഒരാളായി എന്റെ മോളെ ഈ സമൂഹത്തിന് മുന്നിൽ വളർത്തിയെടുക്കണ്ടേ എനിക്ക്?
അവള് പറയുന്നത് ശരിയാ മോനെ. ഇന്നത്തെ സന്ദീപിന്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോ അവൻ ഇനി നേരെയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നാളത്തെ കാര്യം നമുക്കാർക്കൊന്നും പറയാനും കഴിയില്ല. ആർക്കും ആരും ഒരു തുണയോ സഹായമോ ഇല്ലാത്തൊരു കാലം വന്നേക്കാം. അന്നും ഇവക്കും കൊച്ചിനും ജീവിക്കണ്ടേ? എന്റെ മോളെങ്കിലും എനിക്ക് പഠിപ്പിച്ചൊരു നിലയിൽ എത്തിക്കണം. 4 പേര് അംഗീകരിക്കുന്ന ഒരു ജോലി അവക്കുണ്ടാവണം. ഭർത്താവിന്റെ നിഴലിൽ മാത്രം എന്റെ കുട്ടി ജീവിക്കേണ്ടി വരരുത്. നിന്റെ ഈ മാറ്റം എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. നിന്റെ വാക്കുകൾക്കും ചിന്തകൾക്കും ഒക്കെ പഴയതിനേക്കാൾ മൂർച്ചയും ശക്തിയുണ്ട്. ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ ഉറച്ചൊരു പെണ്ണിന്റെ നിശ്ചയദാർഢ്യമുണ്ട്. സത്യസന്ധമായി ജോലി ചെയ്ത് ജീവിക്കുന്നതിൽ ഒരപമാനമില്ല. അതിൽ അഭിമാനം മാത്രമേ ഉള്ളൂ. നീ ജയിക്കും. നിന്നെക്കൊണ്ടതിന് സാധിക്കും. അതിന് ഈ ഏട്ടന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും. പക്ഷേ ഒരേട്ടൻ എന്ന നിലയിൽ നീ മറ്റൊരാളുടെ സ്ഥാപനത്തിൽ പോയി കഷ്ടപ്പെടുന്ന കാണുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. പണ്ട് അർച്ചന എന്നോട് പറയുമായിരുന്നു, നിങ്ങൾ പെൺകുട്ടികൾക്കെല്ലാം ചേർത്ത് ഒരു ബിസിനസ് ഇട്ട് തരുന്നതിനെ കുറിച്ച്. നമ്മുടെ ബിസിനസ് എല്ലാം പോയി. ഏട്ടനിപ്പോ ഒന്നും ചെയ്ത് സഹായിക്കാനുള്ള ശേഷിയുമില്ല. പക്ഷേ എന്നെങ്കിലും കേസ് ജയിച്ച് എല്ലാം നമുക്ക് തിരിച്ചു കിട്ടിയാൽ അർച്ചന അന്ന് പറഞ്ഞ വാക്ക് ഏട്ടൻ പാലിച്ചിരിക്കും. എല്ലാവരും പറയും ഏട്ടത്തിയമ്മ എന്ന് പറഞ്ഞ അമ്മയുടെ സ്ഥാനമുള്ളവളാണെന്ന്. എന്നാ ഏട്ടൻ എന്ന വാക്കിന് എനിക്കിപ്പോ അച്ഛൻ എന്ന അർത്ഥം കൂടിയുണ്ട്. എന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് എന്നെ അനുഗ്രഹിക്കണം. ഈ അനിയത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മോളെ, കേട്ടില്ലേ അമ്മ ആദര പറഞ്ഞ്? അവളെനിക്കെന്ന സ്ഥാനം കണ്ടില്ലേ? ഈ സ്വത്തുക്കൾ മുഴുവൻ അവന്തികയുടെ പേരിലാണെന്ന് തെളിയിക്കുന്ന രേഖകളുടെ കോപ്പിയാണ്.